വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോഴേ നമ്മളിന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നേക്കണേ. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മളോട് ആവശ്യപ്പെട്ടു പനീർ ബട്ടർ മസാല ചെയ്യാമെന്ന്. അപ്പൊ നമ്മുടെ ഫാമിലിയിൽ ഒരാൾ ആവശ്യപ്പെട്ട നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മള് നല്ല അടിപൊളി, ഞങ്ങൾ കാറ്ററിങ്ങിനൊക്കെ വിളമ്പുന്ന അടിപൊളി പനീർ ബട്ടർ മസാല ചെയ്യുകയാണ്. അപ്പൊ ജോനൂട്ടൻ ഇന്ന് എൻ്റെ കൂടെ കളിക്കാനായിട്ട് കൂടിയേക്കാണ്. ആൾ എന്നെ വിട്ട് പോകുന്ന ലക്ഷണമില്ല. അതുകൊണ്ടാണ് വീഡിയോയിലും ആള് വന്ന് കളിക്കുന്നത് നിങ്ങൾ കാണുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും വൈകാതെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് തുടങ്ങിയാലേ നമ്മുടെ പനീർ ബട്ടർ മസാലയുടെ പണി. അപ്പൊ നമുക്കിത് നമ്മുടെ അടുപ്പത്ത് പാൻ വെച്ചിട്ടുണ്ട്. ആ പാൻ ഒന്ന് ചൂടായി ഇതേ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ സമയത്ത് ബട്ടർ ഇട്ട് കൊടുക്കാം. അൺസോൾട്ട് ബട്ടർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഉപ്പില്ലാത്ത ബട്ടർ ചോദിച്ചു മേടിക്കണം കേട്ടോ. ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അരിഞ്ഞു വരട്ടെ. നമ്മൾ ഇട്ട് കൊടുത്ത ബട്ടർ ഇവിടെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചേർക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതൊന്ന് വാടി വരട്ടെ. നമുക്കിപ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി നമ്മളെ ഈ പനീർ ബട്ടർ മസാല ഉണ്ടാക്കുമ്പോൾ സവാളേനേക്കാളും കൂടുതൽ, അതായത് നമ്മളൊരു 350 ഗ്രാം സവാള എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 500 ഗ്രാം തക്കാളി എടുക്കണം. നമ്മളെ ഈ പനീർ ബട്ടർ മസാല ഉണ്ടാക്കുമ്പോൾ സവാളേനേക്കാളും കൂടുതൽ നമുക്ക് വേണ്ടത് തക്കാളിയാണ്. അതിൻ്റെ ഒരു അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 1/2 കിലോ തക്കാളി എടുത്താൽ ഒരു 350 ഗ്രാം സവാള മതി. നമുക്ക് വീടുകളിൽ ഉണ്ടാക്കാനുള്ളൊരു കണക്കാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി നമുക്ക് മൂടി വയ്ക്കുക. കാരണം നന്നായിട്ട് വാടി വരണം. വാടി വന്നിട്ട് വേണം നമുക്ക് അടുത്ത ഐറ്റംസ് ഒക്കെ ചേർത്ത് സെറ്റാക്കാനായിട്ട്. ഇപ്പോൾ ഒന്ന് വാടി വരട്ടെ ഏതായാലും. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സായ എല്ലാവർക്കും എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യപ്പെടാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ വീഡിയോസും നമ്മൾ ചെയ്യുന്നതായിരിക്കും. എന്താണ് ഉണ്ടാക്കി കാണാൻ ആഗ്രഹം, എന്താണ് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് ആണെങ്കിൽ, ഐറ്റംസ് ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കമൻറ്റുകളായിട്ടും ലൈക്കുകളായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ കൂടെ വേണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. അതാണ് അത് പറയാത്തത്. അപ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിന്ന് തകർക്കുമല്ലേ. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം. ഇന്നിപ്പോൾ ഈ മഴ സമയമായതുകൊണ്ട് കാലിനൊക്കെ ചെറിയ വേദനയുണ്ട്. നമ്മുടെ കാലിൽ ചെറിയൊരു സ്റ്റീൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ വേദനയുണ്ട്. എങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഈ ഒരു മെസ്സേജ് വന്നിട്ട്, അതായത് ഈ ഒരു കമൻറ്റ് വന്നിട്ട്, പനീർ ബട്ടർ മസാല ചെയ്യണം എന്ന കമൻറ്റ് വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി നമ്മളത് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നിങ്ങനെ പോയപ്പോൾ കുറച്ച് പനീർ ബട്ടർ മേടിച്ചു. അപ്പോൾ എന്തായാലും ഈ വീഡിയോസ് ചെയ്തേക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് പനീർ ബട്ടർ മസാല. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോഴേ നമ്മുടെ സവാളയും തക്കാളിയും കൂടെ നമ്മൾ വാട്ടാൻ പറ്റിയത് ഇപ്പോൾ ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കും. പൊടികളായിട്ട് നമ്മൾ ആദ്യം ചേർക്കുന്ന മഞ്ഞൾപ്പൊടിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഓക്കെ. ഇനി എരിവിന് ആവശ്യമായിട്ട് ഇതിനകത്ത് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, ഈ 1 ടീസ്പൂൺ കേട്ടോ ചേർത്തുണ്ട്. 1 സ്പൂൺ ഗരം മസാല ഇറക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർക്കാം.
നമ്മളൊരു 50 ഗ്രാം കശുവണ്ടി ചേർക്കുന്നുണ്ട് കേട്ടോ. കശുവണ്ടിയൊക്കെ നിങ്ങളുടെ ഉള്ള പോലെ ചേർത്താൽ മതി. നമ്മളൊരു 50 ഗ്രാം ഇപ്പോൾ ചേർക്കുന്നുണ്ട്. 50 ഗ്രാം ചേർക്കണമെന്ന് നിർബന്ധമില്ല, 30 ഗ്രാമൊക്കെ ആയാലും മതി. നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ ടേസ്റ്റാണല്ലോ നമ്മുടെ ഉദ്ദേശം. കശുവണ്ടിയൊക്കെ ഒന്നിരുന്ന് അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് പോട്ടെ. നമുക്ക് അടുത്ത് റെഡി മസാലയുടെ പച്ചപ്പ് ഇതൊക്കെ ഒന്ന് പോകണം. അപ്പോൾ അതുവരെ ഒന്ന് കുക്ക് ചെയ്യുക. ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടുവാണേ. നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും ബട്ടർ ഇതിനാവശ്യമായ ബട്ടർ ഈ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ ചേർക്കാനില്ലെങ്കിൽ കുറച്ച് ബട്ടറും ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇത് ഓയിൽ ഉപയോഗിക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. സൺഫ്ലവർ ഓയിലോ അതുപോലെ അങ്ങനെയുള്ള ഓയിലുകളാണ് ഉപയോഗിക്കുക. നമ്മൾ ജോനോട്ടിനെ കുളിക്കാനൊക്കെ പോയിട്ട് പുള്ളി വന്നിട്ടുണ്ട്. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഈ മസാല ആറാനായിട്ട് വെക്കണം. ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. നമ്മുടെ മസാലയൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. നമ്മൾ ഈ മസാല മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അതെ, നമ്മൾ മസാല ജാറിലേക്ക് മാറ്റുവാണ്. അപ്പോഴേ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല അടിപൊളിയായിട്ട് ഇവിടെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കാര്യങ്ങൾ നോക്കാം. അപ്പോഴേ വീണ്ടും നമ്മുടെ പാൻ എടുത്ത് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ വീണ്ടും ഒരു ചെറിയ കഷ്ണം ബട്ടർ നമുക്ക് ഇട്ട് കൊടുക്കുക. ബട്ടർ ഇട്ടു. അപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മതിയാവും. ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പനീറൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്. ഒരു നുള്ളു മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കണം. നമ്മുടെ പനീറിന് ആവശ്യമായ മാത്രം ഇട്ടിടണം ഈ മസാല. ഒരു കുറച്ച് കുരുമുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കസ്തൂരി മേത്തി നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാല നമ്മൾ ആ ബട്ടറിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം. പനീർ നിങ്ങൾ ഫ്രൈ ചെയ്യാൻ നേരത്ത് ഫുള്ള് തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ ഈ പനീർ അധികം ഫ്രൈ ആയി പോകാൻ പാടില്ല, അപ്പോൾ ഹാർഡാവും. ഒന്ന് ഇളക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ തീയിൽ. നമുക്ക് ടേസ്റ്റ് കൂടാനുള്ളൊരു ഇതാണ്. നമുക്ക് സാധാരണ ഓയിലിൽ വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് ചെയ്യാം. അതിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറിൽ മാത്രം ചെയ്യാം. നമ്മൾ ടേസ്റ്റ് കൂടാനായിട്ടാണ് ഈ ഒരു ചെറിയ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഫ്രൈ ചെയ്ത സമയത്ത്. അപ്പോൾ നമ്മളിത് നമ്മുടെ പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് കോരി മാറ്റുവാണ്.
അപ്പം നമ്മളേ കുറച്ച് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഈ പാനിലേക്ക് തന്നെ ഇട്ടിട്ടൊന്ന് നമ്മളിത് ആ പനീർ ഫ്രൈ ചെയ്തെടുത്ത പാനിലേക്ക് തന്നെ നമ്മൾ കുറച്ച് സവാള അരിഞ്ഞ് ഒന്ന് അത് പച്ചമണമൊക്കെ കളഞ്ഞൊന്ന് എടുക്കണം. നിങ്ങളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓയിൽ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിവിടെ ആവശ്യത്തിന് ഓയിലുണ്ട്. അതിനകത്ത് കുറച്ച് പൊടികൾ ചേർക്കണം. ആ സമയത്ത് ഓയിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഇതിനകത്തേക്ക് ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത്തിരി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ശകലം ഗരം മസാല ഇട്ട് കൊടുക്കുക. ഒരു നുള്ളു കുരുമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മതി. നമുക്ക് ഈ സമയത്ത് നമ്മൾ അരച്ചു വെച്ച മസാല ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ മസാല അടിച്ചെടുത്ത ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ ആവശ്യമുള്ള വെള്ളം ചൂടുവെള്ളമാണ് ഒഴിച്ചേക്കുന്നത്, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കുക കേട്ടോ. ശകലം പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പനീർ ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഒരു കഷ്ണം ബട്ടർ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. നമുക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുക. മതിയാവും. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് നോക്കിയിട്ടേ ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഉപ്പോ മധുരക്കുറവുണ്ടെങ്കിൽ അതോ. നമ്മുടെ ജോനക്കൂട്ടനെ ഇന്നിപ്പോൾ ഞങ്ങൾ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തൊട്ട് പുള്ളി എൻ്റെ കൂടെയാണ്. എനിക്ക് ഒരേ സാധനങ്ങൾ എടുത്തു തരലും പുള്ളിനെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ എടുത്തു തരലും. അത് ഇപ്പോഴും അവൻ ഉറങ്ങിയിട്ടില്ല. അവൻ പോയി കിടന്ന് വീണ്ടും ഇതിൻ്റെയൊക്കെ ഒച്ചപ്പാടും ബഹളം കേട്ടിട്ട് വന്ന്. അപ്പോൾ ആളുടെ ഒച്ചയും ബഹളമൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ട നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പൊറോട്ടയുടെ കൂടെ കഴിക്കുന്ന കാരണം കുറച്ച് ഗ്രേവി കൂടുതലായിട്ടാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഗ്രേവി കൂടുതൽ ഒഴിച്ച് കൂട്ടി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി മണമൊക്കെയാണ്. നിങ്ങളിത് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.